രാവിലെ നീച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം 2 നേരം എന്ന് പറഞ്ഞ പോലെ രാവിലെയും വെയിറ്റ് നോക്കും, വൈകുന്നേരം വെയിറ്റ് നോക്കും. അങ്ങനെ ഡയറ്റിന് ഏതായാലും ഇപ്പോൾ ഫലമായിട്ടുണ്ട്. 76-71 കിലോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഡയറ്റ് ഫലിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും അതെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോളിഫ്ലവറിൽ കളർ ഇട്ടതാണ് കേട്ടോ. അത് കുറച്ച് കൂടി കളർ ഇടുന്ന അത്ര നല്ലതല്ല, എണ്ണയിൽ പൊരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കളർ ഇട്ടത്. ഏതായാലും അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇവിടുന്നാണ് ഞങ്ങൾ അവനെ ബസ് കയറ്റാറുള്ളത്. നമ്മുടെ മുന്നിൽ വരാറുണ്ട്, പക്ഷെ എന്നാലും അവിടുന്ന് ബസ് കയറ്റുമ്പോൾ വേറൊരു സുഖം. കൂട്ടുകാരനും അവനും ഒപ്പാണല്ലോ കയറുന്നത് എന്ന് വിചാരിച്ചിട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായോ? തുണികൾ തോരിടാൻ നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. എത്ര റേറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ മുന്നേ ചോദിച്ചതാണ്, പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അവനെ സ്കൂളിലോട്ട് ഞാൻ വീട്ടിലെത്തി. ഉച്ചക്കിൽ എൻ്റെ ഒരു ഫുഡ് ഇതാണ്. ചോറ് കുഞ്ഞാക്കാണ്. ആ കോളിഫ്ലവറിന്റെ കളർ ഇതാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കഴിക്കും, ചോറ് കുഞ്ഞാക്കും കഴിക്കും. പിന്നെ കുളി മാറ്റലൊക്കെ കഴിഞ്ഞൊരു മാങ്ങ തീറ്റയും ഒരു പച്ചക്കറി തീറ്റയൊക്കെയാണ് കേട്ടോ. ചോറുമെന്ന് ഞാൻ ഫുള്ളായിട്ടാണ് ഒഴിവായി നിൽക്കലാണ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ തന്നെ നമ്മളെ തടി കുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് മാത്രം പോരാട്ടോ, അതിൻ്റെ കൂടെ ഞാൻ എക്സസൈസും ചെയ്യാറുണ്ട്. ഞാൻ നല്ലപോലെ വെയിറ്റ് വെക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഞാൻ തന്നെ എൻ്റേതായിട്ട് തന്നെ ഡയറ്റ് അതുപോലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ തടി നല്ലപോലെ കുറക്കാറുള്ളത്. പിന്നെ ഞാനിങ്ങനെ തിന്ന് തടി കൂടും, പിന്നെ ഞാൻ വീണ്ടും കുറക്കും. ഇതിൻ്റെ ഒരു ഹോബി എന്നൊക്കെ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടായാലും അതിന് കുറച്ചെങ്കിലും ഞാൻ കഴിക്കാതിരിക്കൂല കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഫുഡാണ് ഒഴിവാക്കിയാലും ഇഷ്ടപ്പെട്ടത് കുറച്ച് കഴിക്കും, പിന്നെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഒഴിവാക്കും. ഏതായാലും ഒരു 5 കിലോ 6 കിലോ നമ്മുടെ വാട്ടർ ലെവലാണ്, അത് പെട്ടെന്ന് കുറയും. ബാക്കി കുറയാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതിന് നമ്മൾ നല്ലപോലെ അധ്വാനിക്കണം, കാരണം എക്സസൈസ് നല്ലപോലെ ചെയ്യണം. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ തടി കുറക്കണം തീരുമാനിച്ചാൽ ഞാനത് കുറക്കന്നെ ചെയ്യട്ടോ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഫുഡൊക്കെ കൊടുത്താലും ഞാൻ അതിനനുസരിച്ചിട്ട് നീങ്ങിയിട്ട് ഞാനത് കുറക്കന്നെ ചെയ്യും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ തറവാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പകുതി വഴിയിലാണ് നമ്മുടെ ഈ ഒരു മാസപ്പറമ്പിലെ ഈ ഒരു പുഴ. അപ്പോൾ അവനക്ക് എന്തായാലും അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ആഗ്രഹമില്ല, എന്നായാലും അവനെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ തറവാട്ടിൽ പോയി തിരിച്ചപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെ എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കറിവേപ്പില കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഓരക്കെട്ട് കറിവേപ്പില എടുത്തിട്ടാണ് കേട്ടോ വരാം. അതൊരു കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു മാസത്തോളം എനിക്ക് ഉണ്ടാവാറുണ്ട്, കേടുവരാറും വാടാറൊന്നുമില്ല. ഇന്ന വഴിക്ക് സച്ചുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് വാങ്ങാൻ കയറി. പിന്നെ 1-2 സാധനങ്ങൾ കൂടെ വേണ്ടിയിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഐസ്ക്രീം വേണമെന്ന്, കണ്ണോട്ട് ഇങ്ങനെ കാട്ടി. അപ്പോൾ ഞാൻ ഡയറ്റിലാണല്ലോ, എനിക്ക് വേണ്ട, എനിക്ക് അതിന് പകരം ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞപ്പോൾ പ്ലംസ് ആണ് കേട്ടോ വാങ്ങി. പിന്നെ ഒരു 2 ആളും വണ്ടി കയറിയപ്പോൾ തലങ്ങും ഐസ്ക്രീം വേണോ എന്നും പറഞ്ഞ് ചുണ്ടത്ത് കൊണ്ട് തന്നോട്ടോ. പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചാലേ ഞാനത് നടത്തുന്ന ആളാണ്. ഇവരൊക്കെ വിചാരം പ്ലംസ് എന്ന് പറയുമ്പോൾ നല്ല മധുരമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നല്ല ആവേശത്തോടു കൂടിയാണ് ഇവന് സച്ചൊക്കെ എടുത്ത് കഴിച്ചത്. പക്ഷേ ഫാദി അവിടെ ഇട്ടോ കേട്ടോ. പക്ഷേ കുഞ്ഞാക്ക കഴിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഡെയിലി പറയുന്നത് എന്തിനാണെന്നറിയാം, എൻ്റെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പക്ഷേ കുഞ്ഞാക്കൊക്കെ സംഭവം പറ്റിയിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ആവുകൊണ്ട് അവർ വേണ്ടാന്ന് പറഞ്ഞാലും അതൊക്കെ ഞാൻ എടുത്ത് എനിക്ക് ഈ ഐറ്റംസ് ഒക്കെ നല്ല ഇഷ്ടമാണ്. ഏതായാലും 2 ദിവസം കൊണ്ട് മുഴുവൻ പ്ലംസും ഞാൻ കഴിച്ച് തീർക്കും. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.